ഡൽഹിയിലുണ്ടായ കാർ സ്ഫോടനത്തിൽ ടൈം ബോംബ് സംശയനിഴലിൽ. ടൈം ബോംബ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ നിസാർ ഹസനാണ് സംശയനിഴലിൽ. ഭീകരബന്ധം ആരോപിച്ച് 2023 നവംബറിൽ ജമ്മു ഗവർണർ മനോജ് സിൻഹ ശ്രീനഗറിലെ SHMS ആശുപത്രിയിൽ നിന്നും പുറത്താക്കിയ ഡോക്ടർ നിസാർ ഉൾ ഹസൻ ഡൽഹിയിലുണ്ടായ കാർ സ്ഫോടനത്തിൽ സംശയത്തിന്റെ നിഴലിൽപ്പെടുത്തിയിരിക്കുകയാണ്. വ്യാപകമായ അക്രമം അഴിച്ചുവിടാനും ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്താനും പാകിസ്ഥാനും അതിന്റെ ഭീകര വിഘടനവാദി ശൃംഖലയ്ക്കും എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൈം ബോംബാണ് ഹസൻ എന്നായിരുന്നു ജമ്മു സ്ഥാപനം CID അന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. പിരിച്ചുവിട്ടതിന് തൊട്ടു പിന്നാലെ ഹസനെ ഫരീദാബാദിലെ അൽ ഫലാഹ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിൽ ജോലിയെടുത്തു. അവിടെ വെച്ച് അവന്റെ കീഴിൽ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചതാണ് സംശയിക്കപ്പെടുന്നത്. ഹസന്റെ മുൻകാല ചരിത്രമാണ് സംശയങ്ങൾക്കിടയാക്കിയത്. ജെയ്ഷെ മുഹമ്മദ് സംഘത്തിന്റെ സൂത്രധാരനും പ്രേരകനുമായി നിസാർ ഉൾ ഹസൻ മാറാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. ഡോക്ടർമാരായ ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ അദിൽ, ഡോക്ടർ ഷഹീൻ, ഡോക്ടർ പർവേസ് മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉമർ നബിയുടെ സംഘവുമായുള്ള നിസാർ ഉൾ ഹസന്റെ ബന്ധം എങ്ങനെയാണെന്ന് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇതിനിടെ ചോദ്യം ചെയ്യലിനായി നിസാർ ഉൾ ഹസനെ NIA കസ്റ്റഡിയിലെടുത്തതായും വിവരങ്ങളുണ്ട്. അതേസമയം ഡോക്ടർ നിസാർ ഒരു കാലത്ത് തീവ്രവാദ കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന സോപ്പോറിലെ അച്ചാബാൽ ഗ്രാമത്തിൽ നിന്നുള്ള ഡോക്ടർ നിസാർ 1991 ശ്രീനഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പൂർത്തിയാക്കി. 2001 ഷേറി കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ജനറൽ മെഡിസിൻ MD നേടി. വർഷങ്ങളായി അദ്ദേഹം നടത്തിയ തുറന്നു പറച്ചിലുകളും വിഘടനവാദ ചായ്വുള്ള വീക്ഷണങ്ങളും സുരക്ഷാ ഏജൻസികളുടെ വിമർശനത്തിന് വിധേയമായിരുന്നു. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തെ ഒരു കർക്കശമായ ടൈം ബോംബ് എന്ന് വിശേഷിപ്പിച്ചു. എന്നിരുന്നാലും SMHS ആശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ച കാലഘട്ടമാണ് അദ്ദേഹത്തെ ഒരു ധ്രുവീകരണ വ്യക്തിയാക്കി മാറ്റിയത്. വിഘടനവാദ രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ അടുപ്പം കാരണം സുരക്ഷാ ഏജൻസികൾ വർഷങ്ങളായി അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. തന്റെ സർക്കാർ സേവനത്തിന്റെ ഭൂരിഭാഗവും ഡോക്ടർ നിസാർ ഡോക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് കാശ്മീരിന്റെ പ്രസിഡന്റായിരുന്നു. ഭരണസ്ഥാപനങ്ങളുമായുള്ള ഏറ്റുമുട്ടലുകളുടെ ഒരു കാലഘട്ടമായിരുന്നു അത്. 2018-നും 2023-നും ഇടയിൽ ഡോക്ടർ നിസാർ തന്റെ പൊതുപ്രസ്താവനകൾ ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തി വളരെ നിസ്സാരമായി തന്നെ തുടർന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകളും വിഘടനവാദ പ്രവണതകളും 2023-ൽ വീണ്ടും ഉയർന്നു വന്നതോടെ അദ്ദേഹം സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. ഈ പ്രസ്താവനകളും പ്രത്യയശാസ്ത്രപരമായ ചായ്വുകളും ഉദ്ധരിച്ച് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തെ ഒരു കർക്കശമായ ടൈം ബോംബ് എന്ന് വിശേഷിപ്പിച്ചു. ജെയ്ഷെ വൈറ്റ് കോളർ ഭീകരവാദ മൊഡ്യൂളിനെ കുറിച്ചുള്ള നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഇയാളുടെ പേര് വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഡോക്ടർ നിസാർ അൽ ഫലാഹ് സർവകലാശാലയിൽ ജനറൽ മെഡിസിൻ പ്രൊഫസറായി ജോലി ചെയ്തു വരികയാണ്. ചെങ്കോട്ട സ്ഫോടന ഗൂഢാലോചനയുടെ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ മുഹമ്മദ് ഉമർ നബിയുമായുള്ള ഇയാളുടെ ബന്ധം അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരുന്നുണ്ട്. ഒരു വർഷത്തിലേറെയായി ഇദ്ദേഹത്തിന്റെ കീഴിൽ ജൂനിയർ ഡോക്ടറായി ജോലി ചെയ്തിരുന്നു. ഇന്ത്യ ടുഡേക്ക് നൽകിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഡോക്ടർ നിസാറിന്റെ ഭാര്യ ഡോക്ടർ സുരയ്യ 2 ഡോക്ടർമാർ തമ്മിലുള്ള ബന്ധം വഷളായതായി വിവരിച്ചിട്ടുണ്ട്. ഉമർ നബിയുടെ പതിവ് അഭാവത്തിലും രോഗികളെ പരിചരിക്കുന്നതിലും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നെങ്കിലും ഡോക്ടർ നിസാർ അതൃപ്തനായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഈ സംഘർഷം ഒടുവിൽ ജൂനിയർ ഡോക്ടറെ മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നതിലേക്ക് നയിച്ചതായും അവർ പറഞ്ഞു. ഭർത്താവ് ഒളിവിലാണെന്ന റിപ്പോർട്ടുകൾ അവർ നിഷേധിക്കുകയും ചെയ്തു. അൽ ഫലാഹ് സർവകലാശാലയിലെ നിരവധി വിദ്യാർത്ഥികളെയും ഫാക്കൽറ്റി അംഗങ്ങളെയും ചോദ്യം ചെയ്യുന്നതിനായി NIA അദ്ദേഹത്തെ ഔപചാരികമായി കസ്റ്റഡിയിലെടുത്തുവെന്നും അവകാശപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.